വീണു 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 ലിയോ 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 ഏയ് നോ 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 യു ലിയോ ലാവീനെ ഞങ്ങൾ വീട്ടിനുള്ളിൽ കയറ്റുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് കേട്ടു. ഒന്നല്ല, ഒത്തിരി കംപ്ലൈൻറ്റ് കേട്ടു. അതിൻ്റെ ഭാഗമായിട്ട് ലിയോ ലാവീനെ ഇപ്പം വീട്ടിൽ കയറ്റിയതല്ല. ചെറുപ്പം തൊട്ടേ ലിയോ ലാവിക്ക് ഞങ്ങളൊരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീട്ടിനുള്ളിൽ കയറാം, എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാം. എന്താണോ അവർക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്യാം. ലിയോ ഇപ്പോൾ കിടക്കുന്ന ആ ബെഡും ഈ റൂമും എല്ലാം ലിയോൻ്റെ റൂമാണ്. ഈ വീട്ടിൽ ലിയോൻ്റെ റൂം എന്ന് തന്നെ ഒരു റൂമിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിലെ മുതൽ ലിയോ ഈ റൂമിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ ലിയോ ഉള്ളിൽ വന്നാലും ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ അവൻ അവൻ്റെ റൂമിൽ പോയി ആ ബെഡിൽ കുറച്ച് സമയം കിടന്നിട്ടേ വരാറുള്ളൂ. നമ്മളടുത്ത് പലരും ചോദിക്കാറുണ്ട്, ലിയോ ലാവിയുടെ പപ്പി ആയിരുന്നപ്പോഴുള്ള ഫോട്ടോയും വീഡിയോസും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണമെന്ന്. ഇതേ കണ്ടോളൂ, ഇതാണ് നമ്മുടെ ലിയക്കുട്ടൻ. ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകും. കാരണം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ പീക്കിരി സാധനമാണ് ഇപ്പം വളർന്ന് വലുതായി എൻ്റെ ലിയക്കുട്ടനായതെന്ന്. കൂടുതലായി ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോവും. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് വീട്ടിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാനുള്ളൊരു ഫ്രീഡം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവരൊരിക്കലും ഞങ്ങൾ ഡോഗ്സ് ആയിട്ടല്ല കണ്ടിട്ടുള്ളത്, ഞങ്ങളുടെ കുട്ടികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. സോ ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെ അയക്കുമ്പം എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട്. ഇനി അങ്ങനെ ആരും മെസ്സേജ് അയക്കരുത്. പിന്നെ ഇവൻ ഈ റൂമിൽ കയറി നടക്കുമ്പം ഒരാൾക്ക് ഭയങ്കര ദേഷ്യം വരാറുണ്ട്. അതാരാന്നറിയോ? എൻ്റെ അനിയനാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അനിയൻ്റെ റൂമാണ് ഇത്. എന്നാലും നമ്മൾ ലിയോൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടേ അവനെ റൂമിൽ കയറ്റാറുള്ളൂ.